ഓക്കെ, നമുക്ക് അതിൽ തുടങ്ങാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ ഐസ് എഞ്ചിനിലെ നമ്മുടെ ഫൈനൽ ടോപ്പിക്കാണ്. ഇതിനധികം പറഞ്ഞു നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ടോപ്പിക് ഉണ്ട്, ഐസ് എഞ്ചിൻ പെർഫോമൻസ്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഐസ് എഞ്ചിന് ശരിക്കും പറഞ്ഞാൽ തെർമോഡൈനാമിക് സൈക്കിൾ ഇതിനകത്ത് രണ്ടും മുതൽ പഠിക്കാനില്ലായിരുന്നു. അങ്ങനെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ തെർമോഡൈനാമിക് സൈക്കിളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്സും ഒന്ന് പെരിഫറലായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വിട്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് ഐസ് എഞ്ചിൻ പെർഫോമൻസ് ഉണ്ട്, അതായത് എഫിഷ്യൻസീസ്, അതിന്റെ ടെസ്റ്റിങ്. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ഏതൊക്കെയാണ് ആ ഓരോ ടെസ്റ്റും എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പവറാണ്, അതിന്റെ പവറുകൾ എങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം പറയാൻ വന്നപ്പോഴാണ് അത് ഓർത്തത്. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കറസ്പോണ്ടിങ് തിയറിയും കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ആക്ച്വലി നമ്മൾ ഇത്രയും നേരം നമ്മൾ ആ എഞ്ചിൻ സിലിണ്ടർ അവിടെയാണ് നിന്നത്. ആ എഞ്ചിൻ സിലിണ്ടറിൽ ഹീറ്റ് എനർജി കൺവേർട്ടർ ഇൻറ്റു മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ്, റൊട്ടേഷൻ ഓഫ് ദിസ് ക്രാങ്ക് ഷാഫ്റ്റ് ഇല്ലേ. അപ്പോൾ ആ എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പവറിനാണ് ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. ഫ്യൂല് ബേൺ ചെയ്യുമ്പോൾ എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റർ പവർ. ആ ഇൻഡിക്കേറ്റർ പവറിനെ നമ്മൾ എന്താക്കി മാറ്റും, ഒരു ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആക്കി മാറ്റും. പക്ഷെ നമ്മൾ ഇതിനെങ്ങനെയാണ് ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈലിൽ നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന റൊട്ടേഷൻ നമ്മൾ ഫ്ലൈ വീലിലേക്കാണ് ആദ്യം കൊടുക്കുക അല്ലേ. കാരണം ഫ്ലൈ വീലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് ഒരു പവർ സ്ട്രോക്കേ ഉള്ളൂ. അപ്പൊ ആ പവർ സ്ട്രോക്കിൽ നിന്ന് കിട്ടുന്ന എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്ന് കിട്ടുന്ന വർക്ക് വെച്ചിട്ടാണ് ബാക്കി എല്ലാ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഫ്ലൈ വീൽ ഈസ് മസ്റ്റ്. അപ്പൊ അത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ എൻഡിലെ ആദ്യത്തെ കമ്പോണന്റ് ആയിരിക്കും ഫ്ലൈ വീൽ. ദെൻ ഇത് നമുക്ക് എവിടെ എത്തിക്കണം, വീലിലേക്ക് എത്തിക്കണം അല്ലേ. അപ്പോൾ ഈ വീലിലേക്ക് പോകുന്ന ഇതിനെയാണ് നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയാം. ഈ പോകുന്ന ഷാഫ്റ്റിനെയാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇത് വെറുതെ അങ്ങനെ ഷാഫ്റ്റിലേക്ക് കൊടുത്തേക്കുമല്ല, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ജോയിന്റ് ഉണ്ട്. ഇതൊരു റിജിഡ് ജോയിന്റ് അല്ല, അതിവിടെ കാണിച്ചിട്ടില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള എഞ്ചിൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈലൊക്കെ പല കണ്ടീഷൻസിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു റിജിഡ് ജോയിന്റ് ആണ് എന്ത് പറ്റും, ഇത് ബ്രേക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഹുക്ക് ടൈപ്പ് ജോയിന്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതിന് പേരുണ്ട് യൂണിവേഴ്സൽ ജോയിന്റ് എന്നാണ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ജോയിന്റിന് പറയുന്ന പേര് യൂണിവേഴ്സൽ ജോയിന്റ് എന്നാണ്. അത് ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പേര് നോക്കിയിരിക്കുക. ഞാൻ ഇതിനകത്ത് കൂടുതൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേജർ കമ്പോണൻസ് എല്ലാം മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇങ്ങനെയാണ് പോകണേ, ഇതവിടെ നിൽക്കട്ടെ. ഇതിങ്ങനെ പോവാണ്. ഈ ഫ്ലൈ വീലിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള കമ്പോണന്റ് ആണ് ക്ലച്ച്. ഇതിന്റെ ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ഓർഡർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് ആദ്യം ഫ്ലൈ വീല്, പിന്നെ ക്ലച്ച്. ഈ സാധനം ഇവിടെ നിൽക്കട്ടെ. ഇത് ബാക്കിയുള്ള അക്സസറീസ് നമുക്ക് റണ്ണ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള, പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിയാണിത്. ഓക്കെ, നമുക്ക് ഇതവിടെ നിന്നോട്ടെ, ഈ സെക്ഷൻ അവിടെ മാറി നിന്നോട്ടെ. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം, വീലിലേക്ക് പോകണ പോർഷനിലേക്ക് പോകാം. ഇവിടെ നിന്ന് നേരെ വരുന്ന കുറെ ഗിയർ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഗിയർ ബോക്സ്, ദെൻ എന്താണ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. വീണ്ടും കുറെ ഗിയർ ആണ്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ യൂണിറ്റ്, ആ ഡിഫറൻഷ്യലിൽ നിന്നാണ് ഏതിലേക്ക് പോകുന്നത്, ആക്സിലേക്ക് പോകുന്നത്. ഇതന്നെയാണ് റിയർ ആക്സിൽ എന്ന് പറയാം. ഈ റിയർ ആക്സിലാണ് എന്ത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, വീല് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്കുക. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ഓർഡർ ചെയ്യുന്നതായിരിക്കും. എഞ്ചിനിൽ നിന്ന് ആദ്യം ഫ്ലൈ വീല്, ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, ദെൻ എന്താണ് ആക്സിൽ, റിയർ ആക്സിൽ. ഓക്കെ, ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നും എങ്ങനെയാണെന്നുള്ളത്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇതിൻ്റെ ഓർഡർ നോക്കുക. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് കഥയൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫങ്ഷൻസ്, പവർ, ഇതിന് പറയുന്ന വേറൊരു പേരാണ് പവർ ട്രെയിൻ. ഇത് കംപ്ലീറ്റ് പാർട്ട് ഓഫ് ഇത് നോട്ട് ചെയ്യാം. പവർ ട്രെയിൻ, ദ കംപ്ലീറ്റ് പാർട്ട് ഓഫ് പവർ ഫ്രം എഞ്ചിൻ ടു ദ വീൽസ് ഈസ് കോൾഡ് പവർ ട്രെയിൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. മെക്കാനിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷെ എന്നാലും നോട്ട് വെച്ചേക്കാം. ഇതിന്റെ ഫങ്ഷൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് പവർ എവിടെ എത്തിക്കുക, വീലിൽ എത്തിക്കുക. ഇനി സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഒരു സ്പീഡ് റേഷ്യോ ഓൾട്ടർ ചെയ്യുക, അങ്ങനെ നമുക്ക് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കുറേ സിസ്റ്റം തന്നിട്ടുണ്ട്. അതിന് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ് അല്ലാത്തത്. പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ക്ലച്ച്, ട്രാൻസ്മിഷൻ ഗിയർ, ഡിഫറൻഷ്യൽ, ഫൈനൽ ഡ്രൈവ്, റിയർ ആക്സിൽ, റിയർ വീൽസ്. നമ്മൾ ഈ വീലിലേക്കാണ് എവിടെ നിന്ന് എത്തിക്കുന്നത്, എഞ്ചിനിൽ നിന്നുള്ള പവർ നമ്മൾ എത്തിക്കുന്നത്. അതിനിടയ്ക്കുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഫൈനൽ ഡ്രൈവ് നമ്മൾ അവിടെ കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് നമ്മൾ പറയാം. അതൊരു സെപ്പറേറ്റ് സിസ്റ്റമാണ്. ഇതിന്റെ ഓർഡർ ഫ്ലൈ വീല്, ക്ലച്ച്, ഈ ട്രാൻസ്മിഷൻ, ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗിയർ ബോക്സ്, ദെൻ ഡിഫറൻഷ്യൽ, ദെൻ റിയർ ആക്സിൽ. എന്താണ് ഫൈനൽ ഡ്രൈവ് എന്നുള്ളത് നമുക്ക് പറയാം. ക്ലച്ച്, ഈ ക്ലച്ചിന്റെ ഇത് പറയാനാണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫ്ലൈ വീലുമായിട്ടാണ് ക്ലച്ച് കണക്ട് ചെയ്യുന്നത്. അതായത് ക്ലച്ച് എന്തിനാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഗിയർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ ഗിയർ മാറ്റുമ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, എഞ്ചിനിൽ നിന്ന് പവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുക. ആ ഗിയറിന്റെ ടീത്ത് എല്ലാം പോയി. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ എഞ്ചിനിൽ നിന്ന് ഇതിൽ ഡിസെൻഗേജ് ചെയ്യും. അപ്പൊ ക്ലച്ചിന്റെ ഫംഗ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ആ എഞ്ചിനിൽ നിന്ന് ഇതിൽ ഡിസെൻഗേജ് ചെയ്യുക വേണ്ട സമയത്ത്. അതിനായിട്ടാണ് നമ്മൾ ക്ലച്ചസ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ക്ലച്ച് ഉണ്ട്. അതായത് ഫ്രിക്ഷൻ ക്ലച്ച്, ഇത് കോമൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്ലച്ചാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇത് കാണിക്കുന്നതാണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു ബേസിക് ലെവൽ. ഇതൊരു ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ്. ഇത് പ്രഷർ പ്ലേറ്റ് ആണ്. നമ്മളിവിടെ പെഡല് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പെഡല് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻഗേജ് ചെയ്യുകയാണോ ഡിസെൻഗേജ് ചെയ്യുകയാണോ അല്ലേ. ഇത് എന്ത് ചെയ്യാണ്, ഡിസെൻഗേജ് ചെയ്യാണ്. നമ്മൾ ഈ ക്ലച്ച് പെഡലിൽ നിന്ന് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അല്ലേ എന്തായിരിക്കും പറ്റുക, ഇത് എൻഗേജ് ചെയ്യാണ്. ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. ഇതിന്റെ പുറത്തുള്ള ഈ പ്ലേറ്റ് ആണ് പ്രഷർ പ്ലേറ്റ്, ഇതിന്റെ ഉള്ളിലുള്ള പ്ലേറ്റ് ആണ് ഫ്രിക്ഷൻ പ്ലേറ്റ്. അപ്പോൾ ഫ്ലൈ വീലുമായിട്ട് ടച്ച് ചെയ്യുന്നത് ഏത് പോർഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ് ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ്. അത് തിരിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഗ്രൂപ്പിൽ ആരോ തന്നെയാണ് ക്വസ്റ്റ്യൻ ഫോർവേഡ് ചെയ്യുന്നത്. എനിക്ക് ഷിച്ചു ആണോ എന്ന് സംശയമുണ്ട്. ഉണ്ടോ അവിടെ ഗ്രൂപ്പിലുണ്ട്, ഇപ്പൊ ക്ലാസ്സിലുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുക എന്തായാലും. അപ്പോൾ ഇതിന്റെ ഈ കൺസ്ട്രക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഫ്ലൈ വീല്, ഫ്രിക്ഷൻ പ്ലേറ്റ്, ദെൻ പ്രഷർ പ്ലേറ്റ്. ഈ ഒരു ഓർഡർ. ഈ ഫ്രിക്ഷൻ പ്ലേറ്റ് ഇതിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇത് എൻഗേജ് ചെയ്യുക. അപ്പൊ നമ്മളത് പുഷ് ചെയ്യുമ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസെൻഗേജ് ആണ്, ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ എൻഗേജ് ആണ്. അതും ഓർത്തിരിക്കും. നമ്മളിപ്പോ ക്രാങ്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അപ്പോൾ അതായത് എനിക്ക് ഭയങ്കര ലോഡായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക,
ക്ലച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ പവർ ട്രാൻസ്മിഷൻ ഇതിന്റെ ബാക്കിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഡിസെൻഗേജ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ക്രാങ്ക് ചെയ്യുമ്പോൾ ഇതിനോട്ട് ചേഞ്ച് ദ ഗിയേഴ്സ്. ഈ രണ്ട് കേസിലാണ് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അടുത്ത ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സ്പീഡിൽ പോകുന്നു. ഹലോ അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് മനസ്സിലായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഈ ക്ലച്ചിന്റെ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഈ കൺസ്ട്രക്ഷൻ, കാരണം ഇതിനകത്ത് ആ പൊസിഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തത് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ ടോർക്കും സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമ്മൾ ഗിയർ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എഞ്ചിന്റെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോർക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ടോർക്ക് കൂട്ടണം അല്ലെ? ടോർക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കുറയ്ക്കണം. അപ്പൊ സ്പീഡ് കുറച്ചിട്ട് ടോർക്ക് കൂട്ടാനും, അതുപോലെ തന്നെ നേരെ തിരിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ടോർക്ക് കുറയ്ക്കാനും. അപ്പോൾ ടോർക്കിന്റെ വേരിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്ലൈഡിങ് ടൈപ്പാണ് ഗിയർ ബോക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഗിയറും തമ്മിൽ നമുക്ക് മെഷ് ചെയ്യാൻ പറ്റും. ഒരു ലിവർ ഉണ്ട്, അപ്പോൾ ആ ലിവർ വെച്ചിട്ട് നമുക്ക് മെഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ജസ്റ്റ് ഇതിനകത്ത് ലേഔട്ട് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ടൈപ്പ് ഒന്ന് ഓർക്കണം. ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ മാത്രം ഒന്ന് തൽക്കാലം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതായത് നമുക്ക് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട സമയത്ത് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇതിലുള്ള ഗിയർ എൻഗേജ് ചെയ്യും, ഡിസെൻഗേജ് ചെയ്യും. ഓക്കെ, ഇത് അത്ര വലിയ കാര്യമുള്ള സെക്കൻഡ്സിലേക്ക് പോകണ്ട, നമുക്ക് അതിന്റെ ആ ഫംഗ്ഷൻ മാത്രം മതി. അടുത്ത് ഡിഫറൻഷ്യൽ യൂണിറ്റ് ആൻഡ് ഫൈനൽ റൈറ്റ്. ഇതിന്റെ ഫിഗർ വെച്ചിട്ട് പറയാം. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ലാർജ് വീൽ ഉണ്ട്. ഇതാണ് ക്രൗൺ വീൽ. ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് തന്നെ, എഞ്ചിനിൽ നിന്ന് തന്നെ ഷാഫ്റ്റ്. ഇതാണ് നമ്മുടെ ആക്സിൽ. ഇതാണ് ആക്സിൽ. ഇത് സ്പ്ലിറ്റ് ടൈപ്പ് ആയിരിക്കും. ഇത് റിജിഡ് ആയിരിക്കില്ല. ഇത് എന്തായിരിക്കും? ഒരു ഹാഫ് ഷാഫ്റ്റുകളായിരിക്കും. ബാക്കിൽ ടയർ നമ്മൾ ഫിക്സ് ചെയ്യണേ, റെയർ ആക്സിൽ. അപ്പോൾ ഇതെല്ലാം ഗിയർ വഴിയാണ് ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്നുള്ളത് ഈ ഇതിന് പറയുന്ന പേരാണ് ബിവൽ ഗിയർ എന്ന് പറയും. ഈ ടൂത്തർ വീലിന് പറയുന്ന പേരാണ് ബിവൽ ഗിയർ. ഇതിനൊക്കെ ഒരെണ്ണം വളരെ വലുതാണ്. ഇതിന് പറയുന്ന പേരാണ് ക്രൗൺ വീൽ. സോ ഇതെന്തിനാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ടേണിംഗ് ഒക്കെ എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ടേണിംഗ് ഒക്കെ എടുക്കുമ്പോൾ രണ്ട് വീലും ഡിഫറെന്റ് സ്പീഡിലായിരിക്കും കറങ്ങേണ്ടത്. അപ്പോൾ ഒരു വീലിന്റെ സ്പീഡ് ഒരെണ്ണം കൂടുതൽ സ്പീഡിലും കറങ്ങണം, ഒരെണ്ണം കുറവ് സ്പീഡിലും കറങ്ങണം. അപ്പൊ അങ്ങനെ ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ സ്പ്ലിറ്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ക്രൗണിൽ നിന്ന് വരും, ക്രൗണിൽ നിന്ന് ഇതിനുള്ളിൽ എന്തുണ്ട്? ഒരു ബിവൽ ഗിയർ ഉണ്ട്. ഈ ബിവൽ ഗിയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിന്റെ ഫംഗ്ഷൻ ഞാൻ ഇതിന്റെ കളർ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറെന്റ് ഗിയേഴ്സ്. ഓക്കെ, ഇതിന്റെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം.
ഒരു ഫൈനൽ ഇതിൽ വരുന്ന ഇതാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ്. ദെൻ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറയും. ഇത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെടിയിലൊക്കെ നമ്മളിപ്പോൾ വണ്ടി പൊതിഞ്ഞു പോയി വിചാരിക്കുക. അപ്പോൾ സെയിം സ്പീഡിൽ എന്ത് ചെയ്യണം, ഈ വീൽസ് തമ്മിൽ സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഡിഫറൻഷ്യൽ ലോക്ക്. ബോത്ത് വീൽസ് മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ആൻഡ് അപ്ലൈ ഈക്വൽ ട്രാക്ഷൻ. അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ ലോക്ക്. അടുത്തതാണ് ഫൈനൽ ഡ്രൈവ്. ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു റിഡക്ഷൻ ഗിയർ ആണ്. ഈ പവർ ട്രെയിൻസിൽ തന്നെയുള്ള ഇതിന്റെ ലൊക്കേഷൻ ഡിഫറൻഷ്യലിലും ഡ്രൈവ് വീൽസിനും ഇടയിലാണ്. ഈ ഫൈനൽ ഡ്രൈവ് ആണ് ഏതിലേക്ക്, ആക്സിലേക്ക് ഫൈനലി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിഡക്ഷൻ ഗിയർ സിസ്റ്റത്തെയാണ് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാൻ സാധ്യത. അധികം ഇതിന്റെ പൊസിഷനും ഇതിന്റെ ഫംഗ്ഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ആവും. The transmission system transmits dash from the engine to wheels. ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ചാറ്റ് ബോക്സ് കാണുന്നില്ല. The transmission system transmits dash from engine to wheel. പിന്നെ ഏതാണ് സ്പീഡ് ഉള്ള, എന്താണ് പവർ അല്ലേ? പവർ ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a part of the transmission system? അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ശരിക്കും നമ്മൾ എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് എത്തിക്കുന്ന ആ എലമെന്റ്സിനെയാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയാം. ശരിക്കും വീല് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല. കാരണം എഞ്ചിനിൽ നിന്നുള്ള പവർ വീലിലേക്ക് എത്തിക്കുക. ഇതിനകത്ത് വീലാണ് ആൻസർ കേട്ടോ. ബാക്കിയെല്ലാം പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഇതൊരു എക്സാമിൽ ചോദിച്ചു വെച്ചിട്ടാണ്. വിൻഡോ കട്ടായി പോയി അല്ലേ? ഷെയർ ചെയ്ത് പോയോ? ഷെയർ ചെയ്തത്. ഓക്കെ, ഇപ്പൊ കാണാനല്ലേ? ഇപ്പൊ ഓക്കെ. ഇതാണ് വീലാണ്. The load support by an automobile frame. നമ്മൾ ആ മൊത്തം കമ്പോണൻസ് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സിന്റെ മൊത്തം അതിനെയാണ് നമ്മൾ ഓട്ടോമൊബൈൽ ഫ്രെയിം എന്ന് പറയാം. Weight of the body, passengers and cargo loads, torque from engine and transmission, sudden impact from collision. ഇത് ജസ്റ്റ് ഒരു ഇതായിട്ട് നമ്മൾ പറഞ്ഞത് മാത്രമേ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാൻ കാര്യമല്ല. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഫ്രെയിം അല്ലെങ്കിൽ ചേസിസ് എന്നൊക്കെ പറഞ്ഞ ആ പോർഷൻ. ചേസിസിലായിരിക്കും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ ആണ് ഇതാണ്. ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ അതാണ് ഓട്ടോമൊബൈൽ ചേസിസ് എന്ന് പറയുന്നത്. ആ ഫ്രെയിം ഒരു വലിയ ലാർജ് ഫ്രെയിം ആയിരിക്കും. ആ ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും ലോഡ്സിനായിരിക്കും. എന്നൊക്കെ തിയറിയുടെ ഒപ്പം പറയാതെ പോലെ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോകാൻ പറ്റുന്ന ഒരു പോർഷൻ മാത്രമാണ്.
The torque available at the contact between torque and driving wheel is called ട്രാക്റ്റീവ് എഫക്റ്റ് എന്നാണ്. ഇത് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ, എഞ്ചിൻ ടോർക്ക് പറയാനായിട്ട്. പേരൊന്ന് ഓർത്ത് വെച്ചോളൂ, ട്രാക്റ്റീവ് എഫക്റ്റ് എന്നാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൽ വരുന്നതാണ്. നമ്മുടെ ക്രൈം ഷാഫ്റ്റിൽ വരുന്നതിനാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്, എഞ്ചിന്റെ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. സിലിണ്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് എന്താ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ മൊത്തം ബെയറിങ്സിലുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ക്രൈം ഷാഫ്റ്റിന്റെ ബെയറിങ്സിലുള്ള ഫ്രിക്ഷണൽ ലോസിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. അതുപോലെ ട്രാക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് അവൈലബിൾ കോണ്ടാക്ട് ബിറ്റ്വീൻ റോഡ് ആൻഡ് ഡ്രൈവിംഗ് വീൽ. എഞ്ചിൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൽ കിട്ടുന്ന അത് വേറെ നോട്ട് വെച്ചിരിക്കുക. ഇവിടെ എഴുതിയേക്കാം സ്ലൈഡിൽ. Brake power, power at the crankshaft, friction power, power loss at the crankshaft bearings, indicator power, IHP indicated horsepower. This is power developed within the system. Next is the various clutches located. Okay. Between transmission and propeller. Yeah, ഇതിനാണോ ചെയ്യുന്നത്? അല്ല സാർ, മുമ്പത്തെ ഓക്കെ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിന്റെ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ ഏതാ ആൻസർ? ആണ്. ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിൻ ആണ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സിനാണ്. Which of the following is the need of gearbox? To vary the speed of the vehicle, to vary the torque of the vehicle, to vary the power of the vehicle, to vary the acceleration of the vehicle. കൺഫ്യൂസിംഗ് ആയിട്ടാണ്. നമ്മൾ പ്രൈമറി ചെയ്യുമ്പോൾ ടോർക്ക് കൂട്ടുകയും കൊടുക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ ബി ആണ് ടു വേരി ദ ടോർക്ക് ഓഫ് ദ വെഹിക്കിൾ. ആ സ്പീഡ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോർക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ടോർക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് ആണ്. ജസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിന്റെ ഫിഗർ ആണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് മെഷ് ചെയ്തിരിക്കുന്ന ഗിയർ ബോക്സുകളുണ്ട്, സിൻക്രോ മെഷ് ഗിയർ ബോക്സുകളുണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾവേസ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? ഈ പേര് തന്നെയല്ലേ അല്ലേ? ഏതായിരിക്കും? In which of the gearbox all gears are always in contact? ആ പേര് തന്നെയല്ലേ? എ ആണ് അതിന്റെ ആൻസർ. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. ഈ ബാക്കി രണ്ടെണ്ണം, ബാക്കി മൂന്നെണ്ണം എന്താണ് നമുക്ക് വേരി ചെയ്യാം. സ്ലൈഡിങ്ങിന്റെ ഫിഗർ ആണ് നമ്മൾ കണ്ടത്. ഒരു ലിവർ ഒരു സൈഡ്, സിൻക്രോമിഷ് അതുപോലെ തന്നെ ഇതാണ്, എപ്പിസൈക്ലിക് ഇതാണ്. എപ്പിസൈക്ലിക് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. എപ്പിസൈക്ലിക് നമ്മുടെ ടോപ്പിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇങ്ങനൊരു സൺ ഗിയർ ഉണ്ടാവും, പിന്നെ എന്താണ് അതിനെ ചുറ്റി ഒരു പ്ലാനറ്റ് ഗിയർ ഉണ്ടാവും.
ഇങ്ങനത്തെ ഒരു ഗിയർ സിസ്റ്റം തന്നെയാണ് നമ്മൾ എപ്പിസൈക്ലിക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സൺ ആൻഡ് പ്ലാനറ്റ് ഗിയർ സെറ്റ് ചെയ്യും. അതായത് ഒരു സൺ ഗിയർ ഉണ്ടാവും, പ്ലാനറ്റ് ഗിയർ ഉണ്ടാവും, അത് ചിലപ്പോൾ എൻക്ലോസ് ചെയ്തിട്ട് വേറൊരു ഗിയർ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റത്തിനാണ് നമ്മൾ എപ്പിസൈക്ലിക്കൽ ഗിയർ ബോക്സ് പറയാം. അപ്പോൾ സൺ ഇതിനെയാണ് നമ്മൾ എപ്പിസൈക്ലിക്കൽ ഗിയർ ബോക്സ് പറയാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In which of the gearbox sun and planet gear set is used? Planet using epicyclical gearbox. Which of the following is not part of an automatic transmission? ഇതാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇതൊരു ഓട്ടോമൊബൈലിന്റെ എക്സാമിനാണ്. ഇത്രയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ എലമെന്റ്സ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ, മൾട്ടിപ്ലൈ ക്ലച്ച്. ഇത്രയും സാധനങ്ങളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ എലമെന്റ്സ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ബേസിക് ലെവൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുക്കുകയാണ്. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ എലമെന്റ്സ് ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കുക, ഇത്ര എലമെന്റ്സ് ആണ്. അല്ലാത്തത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. അല്ലെ നമ്മുടെ മാനുവൽ ഗിയർ സിസ്റ്റം, ലിവർ വെച്ചിട്ട് മാറ്റുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിച്ചിരുന്നാൽ മതി. സാധനം ഇതിനകത്തും ഒരിതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്യുക. ഹെലിക്കൽ ഗിയർ ആണ്. സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബീവൽ ഗിയർ, വാൻ ഗിയർ എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ഗിയർ ഉണ്ട്. ബീവൽ ഗിയർ നമ്മൾ കണ്ടു. ഡിഫറൻഷ്യലി യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ബീവലാണ്. ഡിഫറൻഷ്യല് നമ്മൾ കണ്ടു. ഇതിനകത്ത് ആൻസർ ഇതിന്റെ ഹെലിക്കലാണ്. ഹെലിക്കൽ ഗിയർ ആണ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത്. ഒന്നും ഇങ്ങനെയൊരു നമ്മൾ ഗിയർ ഇങ്ങനെയല്ല കണ്ടത്, ഇങ്ങനെ നേരെ എന്നുള്ള ഗിയർ കണ്ടാണ്. അപ്പോൾ ഇതെന്താണെന്നത് ചെരിഞ്ഞിരിക്കും. ഈ ബോഡിക്കകത്ത് ഗിയർ ഇങ്ങനെയായിരിക്കും, നേരേക്ക് വരെ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഹെലിക്കൽ തോന്നും. ബീവിൽ നമ്മൾ ഡിഫറൻഷ്യലിൽ കണ്ടു. വേഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഒരു വേറൊരു കോൺഫിഗറേഷൻ, ഒരു ഫോണ്ട ജസ്റ്റ് പേര് ഓർത്ത് വെച്ചേക്കും. ഇംഗ്ലീഷ് എങ്ങാനും വന്നു കഴിഞ്ഞു ഇതുപോലെ ചോദിച്ചാൽ അത് ഞാൻ പറയാം. ഇതിനൊക്കെ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്ന സാധനങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. വളരെ ചരിത്രമായ കാര്യങ്ങൾ മാത്രം നോക്കിപ്പോൾ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കി വയ്ക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ്സ് ആർ യൂസ്ഡ് വെൻ ദ ഷാഫ്റ്റ്സ് ആർ ഇൻക്ലൈൻഡ്? ഇതാണ് യൂണിവേഴ്സൽ ജോയിന്റിനാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിനുള്ള ഹുക്ക് ജോയിന്റ് ആണ്. അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ ജോയിന്റ്. ഇതെന്താണ് എന്റെ ആൻസർ? ഗിയർ ബോക്സ് ഇസ് യൂസ്ഡ് ടു, നമ്മൾ ആദ്യം ടോർക്ക് മാത്രമാണ് പറഞ്ഞത്. ടു ഇൻക്രീസ് ദ ടോർക്ക് ആൻഡ് റെഡ്യൂസ് ദ സ്പീഡ്. ടു ഇൻക്രീസ് ദ സ്പീഡ് ആൻഡ് റെഡ്യൂസ് ടോർക്ക്. ശരിക്കും പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ ടോർക്ക് ചേഞ്ച് ചെയ്യാണ്. പക്ഷെ അത് എങ്ങനെയാണ് ടോർക്ക് ചേഞ്ച് ചെയ്യുന്നത്? ടോർക്ക് ചേഞ്ച് ചെയ്യുന്നത് ബൈ ചേഞ്ചിങ് സ്പീഡ് റേഷ്യോ. അതായത് സ്പീഡ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സെഷനിൽ 10 മിനിറ്റ് കൊണ്ട് തീരും. അപ്പൊ നമുക്ക് ഇതോടുകൂടി എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇതിന്റെ ബാക്കി ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ക്ലാസ് ആണ്. എന്നിട്ട് അതിനകത്ത് പവർ പ്ലാന്റ് ആയിരിക്കും വേറെ സാധനം എടുക്കുന്നത്. അപ്പോൾ പവർ പ്ലാന്റിനുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് ഐസിജിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പവർ പ്ലാന്റ് വീഡിയോസിൽ കണ്ടത് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതോടുകൂടി നമ്മൾ DME ടോപ്പിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമോ? ഇതെന്ന് പറയാമോ? നമ്മളിപ്പോ സ്പീഡ് ടോർക്ക് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? നമ്മൾ ആൻസർ കറക്റ്റ് ആൻസർ ഇതാണ് അല്ലെ, ടോർക്കാണ്.
ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് പ്രോസസ് പറഞ്ഞേക്കുന്നത് ടു ഇൻക്രീസ് ദ ടോർക്ക് ആൻഡ് റെഡ്യൂസ് ദ സ്പീഡ്. ഓക്കെ, സ്പീഡ് കുറച്ചിട്ടാണ് ടോർക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ആ പ്രോസസ് മൊത്തമാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. ഇതാണ് in I-head engine, inlet and exhaust valves are located in സിലിണ്ടർ ഹെഡിലാണ് അല്ലേ? I-head engine സിലിണ്ടർ ഹെഡിലാണ്. സിലിണ്ടർ ബ്ലോക്കിൽ എക്സോസ്റ്റ് വാൽവ് വരുന്നതുണ്ട്. അതുപോലെ തന്നെ 1 in ഹെഡ് ആൻഡ് 1 in ബ്ലോക്ക് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ ആ ജോമെട്രി പൊസിഷൻ വെച്ചിട്ട് ഇതുപോലുള്ള പൊസിഷൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പൊസിഷൻ മാത്രമാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആ ഒരു പോർഷൻ നോക്കുക. വാൽവിന്റെ പൊസിഷൻ എഫ് ഹെഡ്, ഇ ഹെഡ്, എൽ ഹെഡ്. അതിനകത്ത് രണ്ടും ബ്ലോക്കിൽ വരുന്ന കോൺഫിഗറേഷൻ ഏതാണ്? രണ്ടും ബ്ലോക്കിൽ വരുന്ന രണ്ട് കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ? എൽ ഹെഡും ഉണ്ട്, ടി ഹെഡും ഉണ്ട്. ടി ഹെഡിന്റെ എൽ ഹെഡിന്റെ പ്രത്യേകത എന്താണോ? ടി ഹെഡ് രണ്ട് സൈഡിലാണ്, എൽ ഹെഡ് എന്താണ് ഒറ്റ സൈഡിലായിട്ട്. എഫ് ഹെഡിൽ ഒരെണ്ണം ബ്ലോക്കിൽ, ഇല്ലറ്റ് വാൽവ് സിലിണ്ടർ ഹെഡിലുമാണ്. അങ്ങനെ ആ പൊസിഷൻ ഓർത്ത് വെച്ചാൽ മതി. ടെസ്റ്റിന്റെ ഒരിതാണ് ഇത്. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് പോകാം. ഇതിനകത്ത് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. കുറെ ടെസ്റ്റുകളുണ്ട്. അത് പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ബ്രേക്ക് പവർ. ഇതാണ് ബ്രേക്ക് പവർ. ഈ ബ്രേക്ക് പവർ ചെയ്യുന്നത് ലോഡ് ടെസ്റ്റ് വഴി. ലോഡ് ടെസ്റ്റ് വഴി. ഇനി ഇൻഡിക്കേറ്റർ പവർ. ഇതെന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻഡിക്കേറ്റർ പവർ എവിടെയാണ്? സിലിണ്ടറിനുള്ളിലെ പവർ. ഇൻഡിക്കേറ്റർ പവർ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രം ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം കോപ്പി ചെയ്യുന്നുണ്ട്. ഡയഗ്രാം കോപ്പി ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഇത് ചെയ്താണ്. ഇത് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. സിംഗിൾ സിലിണ്ടർ അത് മൾട്ടി സിലിണ്ടറിലും ചെയ്യാട്ടോ. ഇൻഡിവിജ്വലി ഓരോ ഇതിനും കോട്ട് ചെയ്യണമെന്ന് മാത്രമേ. പക്ഷെ ഈ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇതാണ് മോസ്റ്റ് ടെസ്റ്റ്. ഇത് ഏതിലാണ് ചെയ്യുന്നതെന്നുള്ളതെന്ന് ചോദിക്കാം. മൾട്ടി സിലിണ്ടർ എസ്ഐ എഞ്ചിനിലാണ് ടെസ്റ്റ് ചെയ്യാം. മൾട്ടി സിലിണ്ടർ എസ്ഐ എഞ്ചിൻ അങ്ങനെയൊന്നുമില്ല. ഓരോ സിലിണ്ടറും ഇങ്ങനെ കട്ട് ചെയ്ത് സ്പാർക്കിലേക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുകയാണ്. പേര് മാത്രമേ നമ്മൾ ഓർത്തിരിക്കുന്നില്ല. ശരിക്കുള്ള സാധ്യതകളൊക്കെ വളരെ കുറവുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഫ്രിക്ഷൻ പവർ വരും ഇല്ലേ? സിലിണ്ടറിൽ നിന്നും നമുക്ക് ഷാഫ്റ്റിലെത്തും. അപ്പൊ അതിനിടയ്ക്ക് ഫ്രിക്ഷൻ ആയിട്ട് പോകും. അപ്പോൾ ഈ ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാൽ എഫ് പി. ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാൽ ഐ പി ഇൻഡിക്കേറ്റർ പവർ ഇല്ലേ? ഇതാണ് സിലിണ്ടറിനുള്ളിൽ ആദ്യമേ ആ ഫ്യൂവല് ബേൺ ചെയ്തിട്ടുണ്ടാവുന്നത്. അതിൽ നിന്ന് നമുക്ക് ബ്രേക്ക് പവർ എവിടെയുള്ളതാണ്? അറ്റ് ക്രാങ്ക് ഷാഫ്റ്റിൽ. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്നതാണ്. ആ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? അത് ഫ്രിക്ഷണൽ പവർ ആയിരിക്കും. തൽക്കാലം മിനിമം എത്രയാണ് അറിഞ്ഞിരിക്കുക. മെക്കാനിക്കൽ എഫിഷ്യൻസിയും കൂടി ഒന്ന്. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ ആണ്. ഇത് നമ്മൾ ഓർമ്മിക്കുക. ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ എത്ര ഹീറ്റ് ആഡ് ചെയ്തു. Q ആളുകൾ.
ഇതിനകത്ത് ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ഗീവൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഇങ്ങനെ ഈ ടെസ്റ്റിന്റെ ഏരിയ ഈ ഇക്വേഷൻ ഇത്രയും കാണുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് മോസ്റ്റ് യൂസ് ഫോർ മൾട്ടിപ്പിൾ അസൈൻമെന്റ് ടു ഡിറ്റർമിൻ. അപ്പൊ ഏതായിരിക്കും എനിക്ക് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാ? ഇൻഡിക്കേറ്റർ പവർ അല്ലേ, അതുപോലെ തന്നെ ബ്രേക്ക് പവറും. അത് ബ്രേക്ക് പവറും ഉണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻ തന്നെ ഓർക്കുന്നത് തിരിച്ചു The actual power produced inside the cylinder is known. ഏതാ ഓർമ്മ മറ്റേ 3 മിനിറ്റ് കൂടിയുള്ള സെഷൻ ചെയ്യാനായിട്ട് ഇതൊക്കെ അതിന്റെ ആൻസർ പറയണം. ഇതാണ് അല്ലേ ഈ IHP പ്ലസ് വേറെ ഡിഫറൻസ്. പവർ ഈസ് ഇതെല്ലാം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മെക്കാനിക്കൽ എക്സാമൊക്കെ ചോദിച്ചാൽ ഒരു ബേസിക് ലെവലിൽ ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്നുള്ള ഏരിയയിൽ യഥാർത്ഥ ഇതല്ല പ്രഷർ പവർ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഡിഫറൻസ് ആണ് അല്ലേ. ഇതാണ് ഇതൊന്ന് നോക്കിയിരിക്കുക. നമ്മൾ പറഞ്ഞത് ഒരു പിസ്റ്റൺ റിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, 2 പിസ്റ്റൺ റിങ് ഉണ്ട്. അപ്പോൾ കമ്പസ്റ്റൻ ഗ്യാസ് ഈ ക്രാങ്ക് കേസിലേക്ക് വരാണ്ടിരിക്കാൻ ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ്. അങ്ങനെ കമ്പസ്റ്റൻ ഗ്യാസ് ക്രാങ്ക് കേസിലേക്ക് വരുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ബ്ലോ ബൈ. ഇതൊന്ന് ഓഫ് ചെയ്യാൻ ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്രാങ്ക് കേസിലേക്ക് കമ്പസ്റ്റൻ ചെയ്ത ഗ്യാസ് വരുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ബ്ലോ ബൈ. ഇതാണ് വാൾ ടൈമിംഗ് ഡയറക്ടറെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയാൽ മതി. വാൾ ടൈമിംഗ് ഡയഗ്രം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. വാരാനായിട്ട് ഇവിടെ എന്താണ് ഇലക്ട്രിക് വാൽവ് ഓപ്പൺസ്. നമ്മൾ എത്രയായിരുന്നു പഠിച്ചത്? $25 അല്ലേ. നമ്മളവിടെ 30 ആയിരുന്നു ഫിഗറിൽ. 30 ഇറങ്ങുന്നു ഡീസലിൻ്റെ 30 ഇറങ്ങും. അതിനകത്ത് 25 ആണ് നമുക്ക് നിയർലി ആയിട്ടുള്ള വാല്യൂ. ദെൻ ഇൻഡിക്കേറ്റർ ഫോഴ്സ് പവർ. ഇത് എത്രയും ഡെപ്ലേ പോകണ്ട, ഞാൻ എത്തുന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് ആൻസർ. ഇതാണ് കണ്ടു പോവാം. അത്രയും മാത്രം ഇൻഡിക്കേഷനകത്തേക്ക് വലിയ കാര്യമായിട്ട് കയറണ്ട. നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ഏരിയ ആണിത്. അപ്പൊ അതിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ടർബോ ചാർജ് റൊട്ടേറ്റഡ് ബൈ ഇത് പറയണം. ഓർമ്മയുണ്ടാവുന്നുണ്ട്. ജസ്റ്റ് വെക്കണം. അതിന് 1 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ടർബോ ചാർജർ മനസ്സിലായെന്ന് പറയാൻ അസല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും. ഇല്ല, എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ടാണ് ആ ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ആ ടർബോ ചാർജറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടർബോ ചാർജർ നമ്മൾ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യാനായിട്ട് പവർ ഇൻക്രീസ് ചെയ്യാൻ. Dash is distributed output torque to both sides of the wheels uniformly. ഇതാണ് ഡിഫറൻഷ്യൽ ആണ് അല്ലെ. യൂണിഫോമിലി 2 ആ ഹാഫ് ഷാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ വഴിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. ഇത് മൊത്തം ഇനി നമ്മൾ പൈസയിൽ എന്തായാലും നമ്മൾ തിയറി ആയിട്ട് നടത്തുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ്